അടുത്ത യൂട്യൂബ് അതിഥിയുമായി ഇന്റർനെറ്റ് തകർക്കുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ വാഗ്ദാനം ചെയ്തിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഓഗസ്റ്റിലാണ് ആരംഭിച്ചത്. അത് 24 മണിക്കൂറിനുള്ളിൽ 20 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സും എത്തിയിരുന്നു. ഇപ്പോൾ ഈ ചാനലിന് 66 ദശലക്ഷത്തിലധികം പേരുണ്ട്. ആ കണക്ക് എടുത്ത് അത് നിസ്സാരമാക്കാൻ സാധ്യതയുള്ള ഒരേയൊരു തന്ത്രം റൊണാൾഡോയ്ക്ക് ലഭിച്ചതായിട്ടാണ് വിലയിരുത്തുന്നതും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ സഹതാരം റിയോ ഫെർഡിനാൻഡിനോ റൊണാൾഡോയോടത് ആരാണെന്ന് ചോദിക്കുകയും അത് സസ്പെൻസോട് കൂടി തന്നെ ഇരിക്കട്ടെയെന്നും ഉടനെ തന്നെ അത് റിവീൽ ചെയ്യുമെന്നും അത് ഇന്റർനെറ്റ് ബ്രേക്ക് ചെയ്യുമെന്നും റൊണാൾഡോ അന്ന് പറഞ്ഞിരുന്നു. റൊണാൾഡോയേക്കാൾ ഫേമസ് ആയ ഒരാളെയാണ് താൻ കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് യൂട്യൂബ് ആയതിനാൽ വലിയ വലിയ പേരുകൾ ആരാധകർ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി. എലോൺ മസ്ക്, മിസ്റ്റർ ബീസ്റ്റ്, അതിലേറെ മെസ്സിയെയും ഈ ലിസ്റ്റിൽ ആരാധകർ ചർച്ച ചെയ്തിരുന്നു. മെസ്സിയും റൊണാൾഡോയും ഒരേ ഫ്രെയിമിൽ വരണമെന്നാണ് ഇരു കൂട്ടരുടെയും ആരാധകർ ആഗ്രഹിക്കുന്നത്. മെസ്സി റൊണാൾഡോ തമ്മിലുള്ള കളിക്കളത്തിലെ വാശിയും പ്രകടനങ്ങളും ഇനി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്നതായതുകൊണ്ടും ഇനിയൊരു പോരാട്ടം ഇരുവരും തമ്മിൽ നടക്കില്ലെന്ന് അറിയുന്നതുകൊണ്ടുമാകാം ഇങ്ങനെ ആരാധകർ ആഗ്രഹിക്കുന്നത്. മെസ്സിയും റൊണാൾഡോയും ഒരേ ഫ്രെയിമിൽ നേർക്കുനേർ സമയം പങ്കിടുന്നത് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിന് മുന്നേയുള്ള ഇരുവരും ചെസ് ബോർഡിന് മുന്നിലിരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു. പക്ഷേ ഇരുവരും നേർക്കുനേർ അല്ലായിരുന്നു ചിത്രത്തിന് പോസ്റ്റ് ചെയ്തിരുന്നത്. വേറിട്ട 2 സമയത്തെ ഫോട്ടോകൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു ഈ ചിത്രം. എന്നിരുന്നാലും ഇരുവരുടെയും ഒഫീഷ്യൽ അക്കൗണ്ടുകളിൽ നിന്ന് തന്നെയായിരുന്നു ചിത്രം പങ്കിട്ടിരുന്നതും. ഇതുകൊണ്ട് തന്നെ ഇരുവരെയും ലൈവായി നേർക്കുനേർ സമയം പങ്കിടുന്നത് ഒരു തവണയെങ്കിലും കാണണമെന്ന ആഗ്രഹം ആരാധകർ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്റർനെറ്റ് തകർക്കാൻ പോകുന്നു ടീസർ വീഡിയോ ഡേ ബൈ ഡേ പ്രൊമോഷനായി സമയം അടുക്കാറായെന്ന രീതിയിൽ ഇറക്കി ആരാധകരെ ആകാംക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എലോൺ മസ്കിന്റെ പേരും ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എലോൺ മസ്ക് ആയിരുന്നു ഇതിനു മുമ്പ് ഇന്റർനെറ്റിൽ ഓളം സൃഷ്ടിച്ചത്. 2024 യൂട്യൂബ് വഴി ഇന്റർനെറ്റ് തകർക്കാൻ ഒരേയൊരു മാർഗമേ ഉള്ളൂ, ഏറ്റവും വലിയ യൂട്യൂബറെ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നതാണ്. റൊണാൾഡോ അത് കൃത്യമായി നേടിയെന്ന് കാണിക്കാൻ വളരെ സൂക്ഷ്മമായി ചേർന്ന ഫോട്ടോ ദൃശ്യമാക്കുന്നുണ്ട്. റൊണാൾഡോയുടെ അടുത്ത അതിഥി മിസ്റ്റർ ബീസ്റ്റ് ആയിരിക്കും. യൂട്യൂബ് വീഡിയോ ഒപ്റ്റിമൈസേഷനോടുള്ള ഒരു ഭ്രാന്തമായ വ്യക്തി. പ്രകടനമായ ജീവകാരുണ്യത്തിന്റെ പേരിൽ പണം ഫ്ലാഷ് ചെയ്തു ഫേമസ് ആയ ഒരാൾ. 39-ാം വയസ്സിൽ അവിശ്വസനീയമാംവിധം വിജയകരമായ കരിയറിന്റെ അവസാനത്തോടടുക്കുമ്പോൾ റൊണാൾഡോ യൂട്യൂബ് സ്വീകരിക്കുകയുണ്ടായി. 200-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും 135 പോർച്ചുഗൽ ഗോളുകൾക്കും കൗണ്ടിങ്ങുകൾക്കും 5 ചാമ്പ്യൻസ് ലീഗ് വിജയങ്ങൾക്കും ശേഷം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ കളിക്കാരിൽ ഒരാളുടെ യൂട്യൂബിലേക്കുള്ള അരങ്ങേറ്റം റിട്ടയർമെന്റിന്റെ സാധ്യതയ്ക്കുള്ള സൂചനയാണോ എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്.